വെൽക്കം ബാക്ക് ടു ഗ്രേഡിയൻറ്റ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ടേം 2 എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ബാക്കി ടേം 3യുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ റിവിഷനും സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് സമയം ഒട്ടും തന്നെ കളയുന്നില്ല അല്ലേ. ഇന്നലെ പരീക്ഷ തീർന്നതേ ഉള്ളൂ. ഇന്ന് തന്നെ എന്ത് ചെയ്യാണ്? അടുത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് കളയാനായിട്ട് ഒട്ടും തന്നെ സമയമില്ല. കാരണം നമുക്ക് ഒരുപാടുണ്ട് പഠിക്കാൻ. ചോദ്യ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അത്ര സിമ്പിളായിട്ട് A+ ഒന്നും തരാൻ ഇത്തവണ എന്ത് ചെയ്തിട്ടില്ല, ഉദ്ദേശിച്ചിട്ട് ഇല്ല. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ മെഷീനുകളെ പറ്റിയാണ്. എന്തിനെ പറ്റിയാണ്? സിമ്പിൾ മെഷീനുകളെ പറ്റിയാണ്. അപ്പോൾ എന്താണ് സിമ്പിൾ മെഷീൻ? നമ്മളിതാ ഇവിടെ കാണുന്നുണ്ടല്ലോ, ബോട്ടിൽ ഓപ്പണർ, നെയിൽ കട്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സോഡയൊക്കെ ഓപ്പൺ ചെയ്യുന്ന, ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ പറയുന്ന ക്യാനൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഉപകരണം, ഇതുപോലെയുള്ള പൈപ്പ്, ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ അധ്വാനം അല്ലെ. ഇവിടെ ആലോചിച്ച് നോക്കി, ഈ പറയുന്ന വീൽ ചെയറിലുള്ള ഒരാൾ ഈ പടി മൊത്തം കയറ്റുകയെന്ന് വെച്ചാൽ നടക്കും ഇല്ല. അപ്പോൾ നമ്മൾ ഈ റാമ്പ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മനുഷ്യന്മാരുടെ എഫേർട്ടിന് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരുടെ എക്സേർഷൻ, നമ്മൾ മലയാളത്തിൽ അധ്വാനം എന്ന് പറയും. അപ്പോൾ നമ്മുടെ അധ്വാനത്തെ കുറയ്ക്കുന്ന ചില ഉപകരണങ്ങളുണ്ട്, ചില ചെറിയ അറേഞ്ച്മെൻറ്റുകളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ മെഷീനുകളെന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? സിമ്പിൾ മെഷീനുകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സിമ്പിൾ മെഷീൻ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമ്മൾ എന്ത് പറയും? ടൈപ്സ് ഓഫ് ഡിവൈസസ് ദാറ്റ് മേക്ക് എക്സേർഷൻ ഈസിയർ ആർ സിമ്പിൾ മെഷീൻസ്. എക്സേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം, അധ്വാനം. അപ്പോൾ നമ്മുടെ അധ്വാനത്തെ കുറയ്ക്കുന്ന ചെറിയ ഉപകരണങ്ങളെയാണ് നമ്മൾ സിമ്പിൾ മെഷീനുകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ മെഷീൻ പ്രവർത്തിക്കുന്നത്? സിമ്പിൾ മെഷീൻ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനൊന്ന് കുറച്ച് തരും. ഇവിടെ ആലോചിച്ച് നോക്കി, ഈ ഒരു ആണിയെ നമ്മൾ കൈകൊണ്ട് വലിച്ചെടുക്കാൻ നല്ല രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം. എന്നാൽ ഇവിടെയാണെങ്കിൽ ഈ പറയുന്ന ഒരു ക്രോബാർ അല്ലെങ്കിൽ ഈ ക്രോബാർ എന്നാണ് പറയുന്നത്, ഇത് വെച്ച് നമ്മളൊന്ന് നൈസായിട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ആണി ഇളകി വരും. അപ്പോൾ നമ്മളുടെ ഫോഴ്സിൻ്റെ എന്ത് കുറച്ചു? നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കുറയ്ക്കുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് മാത്രമാണോ സിമ്പിൾ മെഷീൻ കുറയ്ക്കുന്നത്? അല്ല. ഇവിടെ നോക്കി, കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം കോരുന്ന സമയത്ത് ഇങ്ങനെ കോരുന്നതാണോ എളുപ്പം, അതുപോലെ ഇങ്ങനെ കോരുന്നതാണോ എളുപ്പം? നമ്മളിവിടെ ഫോഴ്സ് എങ്ങനെയാണ് അല്ലേ, നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പുള്ളി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സിൻ്റെ ദിശ മാറ്റുന്നു, അതോടൊപ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പോൾ സിമ്പിൾ മെഷീൻസ് എന്ത് ചെയ്യും? സിമ്പിൾ മെഷീൻസ് ആകെ രണ്ട് കാര്യം ചെയ്യുള്ളൂ. എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇനി ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നതിലൂടെ നമ്മുടെ അധ്വാനം കുറയ്ക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ മെഷീനുകളെന്ന് വിളിക്കാം. അപ്പോൾ സിമ്പിൾ മെഷീൻസ് ആർ ഡിവൈസസ് ദാറ്റ് ചേഞ്ചസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓർ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓർ ബോത്ത് ഈസ് കോൾഡ് സിമ്പിൾ മെഷീൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ പറയുന്ന ഫോഴ്സിൻ്റെ ഇഫക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ എന്തോ ചെയ്യാം. അതുപോലെ തന്നെ ദിശയൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഉപകരണങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ മെഷീനുകൾ എന്ന് പറയുന്നത്. സിമ്പിൾ മെഷീനുകൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്. പഠിച്ചോ? സിമ്പിൾ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടൈപ്പ് ഓഫ് ഡിവൈസസ് ദാറ്റ് മേക്ക് എക്സേർഷൻ ഈസിയർ ആർ കോൾഡ് സിമ്പിൾ മെഷീൻസ്. അത് ബേസ് ആയിട്ട് പറഞ്ഞത്. ഇനി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? സിമ്പിൾ മെഷീൻസ് ആർ ഡിവൈസസ് ദാറ്റ് ചേഞ്ചസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇഫക്റ്റ് ഓഫ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യുക. പലപ്പോഴും കുറയ്ക്കാറാണ് ചിലപ്പം കൂട്ടാറുണ്ട്. പഠിക്കുമ്പോൾ പറയാം. ഓർ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് അല്ലെങ്കിൽ ബോത്ത്. അപ്പോൾ ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദിശയെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ രണ്ടിനെയും കൂടെ ഒരുമിച്ച് ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെ വരും? 6 ടൈപ്പാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ലിവർ, നമ്മൾ ഈ പറഞ്ഞ ആണി മാറ്റിയപ്പോൾ കണ്ടില്ലേ, ഈ സാധനം ഇത് തന്നെയാണ് ലിവർ എന്ന് പറയുന്നത്. കണ്ടോ ലിവർ. ഇനി വരുന്നതാണ് പുള്ളി. രണ്ടാമത് കണ്ട സാധനം ഈ സാധനം പുള്ളി. ഞങ്ങളുടെ നാട്ടിൽ കപ്പി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എത്ത് പറയും? വീൽ ആൻഡ് ആക്സിൽ എന്ന് വെച്ചാലേ നമ്മളൊരു പെട്ടി ഇങ്ങനെ വലിച്ചു നീക്കിക്കൊണ്ട് പോകുന്നതാണോ, ആ പെട്ടിയിൽ നമ്മളൊരു ടയർ ഘടിപ്പിച്ചിട്ട് ഉരുട്ടിക്കൊണ്ട് പോകുന്നതാണ് എളുപ്പം. ആ ടയറും അതിൻ്റെ നടുക്ക് കാണുന്ന ഈ പറയുന്ന സാധനമാണ് വീൽ ആൻഡ് ആക്സിൽ എന്ന് പറയുന്നത്. ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇപ്പോൾ പറഞ്ഞു, പടി കയറ്റിക്കൊണ്ട് പോകുന്നതിനേക്കാൾ എളുപ്പമല്ലേ നമ്മളിങ്ങനെ ചരിഞ്ഞൊരു സർഫസ് വെച്ച് കൊടുത്താൽ. സ്ക്രൂ ഞാൻ എവിടെ ഉപയോഗിക്കുന്നത്? നമ്മളെവിടെ ഉപയോഗിക്കുന്നത് സ്ക്രൂ?
നമ്മൾ വണ്ടിയുടെ ഈ പറയുന്ന ജാക്കി വെച്ച് ഇങ്ങനെ പൊക്കത്തില്ലേ, അപ്പോൾ നമ്മളൊരു സാധനം ഇങ്ങനെ കറക്കിയിട്ടല്ലേ ഈ വണ്ടിയുടെ ഈ പറയുന്ന ഉയരം കൂട്ടുന്നത് അല്ലേ. ആലോചിച്ച് ഈ പറയുന്ന ഇത്രയും വെയിറ്റുള്ള ഒരു കാറിന് താഴെ നിന്ന് പ്രസ് ചെയ്താൽ അത് പൊങ്ങും ഇല്ല. പക്ഷേ ഈ ജാക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്കുമ്പോൾ സ്ക്രൂവിൻ്റെ ഒരു മെക്കാനിസം അല്ലെ, സ്ക്രൂവിൻ്റെ ആ ഒരു കറക്കത്തിലൂടെ നമുക്ക് നമ്മുടെ എഫേർട്ട് കുറയ്ക്കാൻ പറ്റും. വെഡ്ജ് എന്ന് വെച്ചാൽ എന്താ, ഇത് ഇങ്ങനെ ഇരിക്കുന്ന സാധനം വെഡ്ജ്. നമ്മൾ ഈ പറയുന്ന പണ്ടൊക്കെ ഈ ഡോറൊക്കെ ഉണ്ടല്ലോ, കാറ്റടിച്ച് തുറന്നു വരെയായിരിക്കും താഴെ ഇങ്ങനെ വയ്ക്കും. നമ്മൾ മലയാളത്തിൽ ആപ്പ് വയ്ക്കുക എന്ന് പറയും. നിങ്ങളെ കൂട്ടുകാർ പലപ്പോഴൊക്കെ നിങ്ങൾക്ക് ടാപ്പ് വയ്ക്കാറില്ലേ, ആ ആപ്പിൻ്റെ യഥാർത്ഥ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന വെഡ്ജിനെയാണ് നമ്മൾ ആപ്പ് എന്ന് പറയുന്നത്. ഒരു വലിയ തടി നമുക്ക് എന്ത് ചെയ്യണം, മുറിക്കണം. അപ്പോൾ അവിടെ ചെറിയൊരു വെട്ടുണ്ടാക്കിയിട്ട് അവിടെ ഈ ആപ്പ് എന്ന് പറയുന്ന സാധനം അടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ നമ്മൾ അടിച്ചടിച്ച് കൊഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെടിച്ച് 2 പീസായിട്ട് മാറത്തില്ലേ. പാറയൊക്കെ പൊട്ടിക്കും നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ, ചെറിയൊരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ തട്ടി. ഇന്നത്തെ മെഷീൻ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലോസീവ് വെച്ചിട്ടുള്ള പണ്ടത്തെ പരിപാടി. അപ്പോൾ ഇതാണ് വെഡ്ജ്. പേടിക്കണ്ട, ഓരോരുത്തരെയും പറ്റി വിശദമായിട്ട് തന്നെ എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം. ഇന്ന് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിവറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തുവാണ് ഒരു ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്കിവിടെ ലിവറിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കിയോ, ഇത് ഇപ്പോൾ പറഞ്ഞു എന്തൊക്കെയാണ് സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്. നമ്മളത് മുകളിൽ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഇനി ഒരു സിമ്പിൾ മെഷീൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2 വാക്കുകൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, എന്താണ് എഫേർട്ട്, എന്താണ് ലോഡ്. എന്താണ് എഫേർട്ട്, എന്താണ് ലോഡ്. അപ്പം എന്താണ് എഫേർട്ട്, എന്താണ് ലോഡ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, അതാണ് എന്തെന്ന് പറയുന്നത്, എഫേർട്ട്. ഈ പറയുന്ന ഉപകരണം പൊക്കേണ്ട ഒരു പണി ഉണ്ടാവും, ഒരു ജോലി ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, നമ്മൾ ഈ നാരങ്ങ ഞെക്കിയിലോട്ട് കൊടുക്കുന്ന ബലം, ഇതിനാണ് നമ്മൾ കൊടുക്കുന്നതിനല്ലേ നമ്മൾ സാധാരണ എന്തെന്ന് പറയുന്നത്, എഫേർട്ട് എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ എഫേർട്ട് എടുക്കണം അല്ലേ. പഠിക്കുന്നതെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല, ഇച്ചിരി എഫേർട്ടൊക്കെ എടുത്താലേ പറ്റത്തുള്ളൂ. നമ്മൾ ബുദ്ധിമുട്ടി ചെയ്യണം, അതാണ് എഫേർട്ട്. ഈ പറയുന്ന നാരങ്ങ ഞെക്കിക്ക് സത്യത്തിൽ ഈ പറയുന്ന നാരങ്ങ ഞെക്കാനായിട്ട് എടുക്കേണ്ട ഒരു ബലമുണ്ട്. ഇതിപ്പോൾ നാരങ്ങ കൊടുക്കുന്ന റിയാക്ഷനാണ് കാണിച്ചിരിക്കുന്നത്, എങ്കിലും ഈ പ്രസ് ചെയ്യണമല്ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്നത് ഫോഴ്സ്. ഈ ചെയ്യേണ്ട പ്രവൃത്തിയെ ഇപ്പോൾ നമ്മൾ എന്ത് വിളിക്കും, നമുക്ക് ലോഡ് എന്ന് വിളിക്കാം. നമുക്ക് എന്തെന്ന് വിളിക്കാം, ലോഡ് എന്ന് വിളിക്കും. ഈ വാക്ക് മാറിപ്പോകരുത്. ഈ വാക്ക് മാറിയാൽ ഈ വാക്ക് എന്താണെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പിടി കിട്ടിയില്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് പഠിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ ഫോഴ്സ് വി അപ്ലൈ ഓൺ ദ ലെമൺ സ്ക്യൂസർ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഏതാ, F1. എടാ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ പറഞ്ഞു പോയില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കില്ലല്ലോ. ഞാനിപ്പോൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതുകൊണ്ട് പിടികിട്ടുമെന്ന് വിശ്വസിക്കുന്നു. F1. വാട്ട് ഈസ് ദ ഫോഴ്സ് ദ ലെമൺ അപ്ലൈസ് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് വി അപ്ലൈ. അതെന്താണ്, F2 ആണ്. ഓക്കെ, സോ വെൻ എ ലെമൺ സ്ക്യൂസർ ഈസ് യൂസ്ഡ് ആസ് എ സിമ്പിൾ മെഷീൻ, the force we apply to squeeze the lemon is the effort and the force the lemon applies is the load. ഇതാണ് എന്താണ്, എഫേർട്ടും ലോഡും. ഈ വാക്ക് വ്യക്തമായി പഠിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല, പഠിച്ചു വയ്ക്കുക. ദ ഫോഴ്സ് വി അപ്ലൈ ഓൺ എ സിമ്പിൾ മെഷീൻ ഈസ് കോൾഡ് എഫേർട്ട്. അപ്പം നമ്മൾ എടുക്കുന്നത് എഫേർട്ട്, മെഷീൻ എടുക്കേണ്ടത് ലോഡ്. നമ്മൾ എടുക്കുന്നത് എഫേർട്ട്, മെഷീൻ എടുക്കുന്നത് ലോഡ്. നമ്മൾ എടുക്കുന്നത് എഫേർട്ട്, മെഷീൻ എടുക്കുന്നത് ലോഡ്. പറഞ്ഞ് പഠിച്ചു. നമ്മൾ എടുക്കുന്നത് എഫേർട്ട്, മെഷീൻ എടുക്കുന്നത് ലോഡ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കുമ്പോഴേ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്ന സത്യത്തിൽ കുറയ്ക്കാൻ വേണ്ടിയല്ലാണ് നമ്മൾ സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ ആലോചിച്ച് നോക്കിയേ, 400 ന്യൂട്ടൺ ലോഡ്. ഇതിനെ പൊക്കാൻ സത്യത്തിൽ ശാസ്ത്രീയപരമായി 400 ന്യൂട്ടൺ കൊടുത്താൽ ഇത് പൊങ്ങത്തുള്ളൂ. പക്ഷേ നമുക്കിത് ഇങ്ങനെ ഇടയ്ക്കൊരു കല്ല് വെച്ചിട്ട് ഇതുപോലെ ഒരു വലിയ ബാർ ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മളൊരു 100 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് പൊങ്ങും. ഇത് നിങ്ങൾ റിയൽ ലൈഫിൽ തന്നെ അറിയുന്നൊരു കാര്യമാണ് അല്ലേ. വെയിറ്റുള്ള വസ്തുക്കളൊക്കെ നമ്മൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ലോഡിങ് തൊഴിലാളികളോ അല്ലെങ്കിൽ പണിക്കാരൊക്കെ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു കമ്പ് സെറ്റപ്പ് വെച്ചിട്ട് ഇങ്ങനെ കുത്തിപ്പൊക്കുന്ന അല്ലേ. മരങ്ങളൊക്കെ മുറിച്ചിട്ട് വലിയ മരങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ചെറിയ കല്ല് വെച്ചിട്ട് കമ്പ് വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, സേഫായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, 400 ന്യൂട്ടൺ എന്ന് പറയുന്ന ലോഡ് വെറും 100 ന്യൂട്ടൺ എന്ന് പറയുന്ന എഫേർട്ട് കൊണ്ട് മൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ജോലി ഇവിടെ കുറയുകയല്ലേ. അപ്പോൾ സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ, ഈ അറേഞ്ച്മെൻറ്റ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എഫർട്ട് കുറയ്ക്കാൻ പറ്റും. അതിനാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പറയുന്ന സാധനങ്ങളും ഫോഴ്സിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്കിവിടെ ഗുണമുണ്ടായി. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, നമ്മൾ എത്ര ലോഡ് എടുക്കണം ബൈ നമ്മൾ എത്ര എഫേർട്ട് കൊടുത്തു. നമ്മൾ എത്ര ലോഡ് എടുക്കണം ബൈ നമ്മൾ എത്ര എഫേർട്ട് കൊടുത്തു. ഇതിനാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്.
ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ലോഡ് ടു ദ എഫേർട്ട്. ലോഡ് ബൈ എഫേർട്ട് ആണ് അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് വെറുതെ കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി വെക്കണം, കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു മാറ്റം വരും. മാറ്റമൊന്നുമല്ല, ഈ പേര് അങ്ങനെ കാണാതെ പഠിച്ച് വെക്കുന്നതിനേക്കാളും സംഭവം മനസ്സിലാക്കി വെക്കണം. ഇറ്റ് ഈസ് എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഹൗ മെനി ടൈംസ് ഓഫ് ദ ലോഡ് ഈസ് ദ എഫേർട്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിൻ്റെ എത്ര മടങ്ങാണ് ലോഡ്. അപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 400 ന്യൂട്ടൺ. കാരണം നമ്മൾ കൊടുക്കുന്നതല്ല, എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 400 ന്യൂട്ടനെ കൊടുക്കാൻ നമ്മൾ കൊടുത്തത് 100. അതായത് ഈ അറേഞ്ച്മെൻറ്റ് നമുക്ക് 4 മടങ്ങ് ബലം നമുക്ക് അധികം തന്നു എന്ന് മനസ്സിലാക്കി കൂടെ. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തത് കൊണ്ട് നമ്മൾ കൊടുത്തതിൻ്റെ 4 മടങ്ങുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പം 4 മടങ്ങ് 4 ടൈംസ് നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി എന്ന് ഓർത്ത് വെച്ചാൽ പിടികിട്ടൂലേ. അപ്പോൾ ലോഡിനെ എഫേർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ഇതെന്ത് കാണിക്കും? ഹൗ മെനി ടൈംസ് ഓഫ് ദ ലോഡ് ഈസ് ദ എഫേർട്ട്, അല്ലേ? ഈ പറയുന്ന നമ്മുടെ എഫേർട്ടിൻ്റെ എത്ര മടങ്ങാണ് ലോഡ്? നമ്മൾ കൊടുത്ത എഫേർട്ടിൻ്റെ 4 മടങ്ങാണ് ലോഡ്, അല്ലേ? 100 × 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 400 കിട്ടൂലേ? 400 കിട്ടൂലേ? അപ്പം എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കൊടുത്ത എഫേർട്ടിൻ്റെ എത്ര മടങ്ങാണ് ലോഡ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും മടങ്ങ് നമ്മൾ ചെയ്യാൻ സഹായിച്ചത് ആരാ? ഈ മെക്കാനിക്കൽ അറേഞ്ച്മെൻ്റ് അല്ലേ? അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിച്ചു. അപ്പോൾ എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലോഡ് ബൈ എഫേർട്ട്. അല്ലെങ്കിൽ നമ്മൾ ഡെഫിനിഷൻ എങ്ങനെ പറയും? ഇറ്റ് ഈസ് എ നമ്പർ ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ഹൗ മെനി ടൈംസ് ദ ലോഡ്, അല്ലെ? ഹൗ മെനി ടൈംസ് ഓഫ് ദ ലോഡ് ഈസ് ദ എഫേർട്ട്, അല്ലെ? ലോഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത എഫേർട്ടിൻ്റെ എത്ര മടങ്ങാണ് എന്ന് കാണിക്കുന്ന വാല്യൂ ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിനെന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പോൾ പരീക്ഷയ്ക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ സിമ്പിളായി ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. A force of 400 Newton is applied on a nail puller to pull a nail. If the mechanical advantage of the nail puller was 3, what would be the load applied by the nail? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദ്യം കിട്ടിയാൽ നമ്മുടെ ജോലി എന്താ? നമ്മൾ ആദ്യം ചോദ്യം ഒന്ന് വായിച്ചു നോക്കും, എന്നിട്ട് തന്നിട്ടുള്ളതൊക്കെ എടുത്ത് എഴുതും. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? നമുക്കിവിടെ തന്നിട്ടുണ്ട് 400 ന്യൂട്ടൺ ആണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്ലൈഡ് ഓൺ എ നെയിൽ പുള്ളർ ടു പുൾ എ നെയിൽ. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, അപ്പോൾ ഇവിടെ നോക്കിടാം, നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്? എ ഫോഴ്സ് ഓഫ് 40 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ്. നെയിൽ പുള്ളറിലോട്ട് 40 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ കൊടുത്തു. ആര് കൊടുത്തു? നമ്മൾ കൊടുത്തു. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ അപ്പോൾ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? എഫേർട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എഫേർട്ടാണ് ഇവിടെ എത്ര? 400 ന്യൂട്ടൺ എന്ന് പറയുന്നത്. കാരണം ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് വുഡ് ബി ദ ലോഡ് എന്നാണ്. അപ്പോൾ ലോഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് എഴുതാം. ലോഡാണ് കണ്ടുപിടിക്കാനുള്ളത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട്. എത്രയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? 3 ആണ്. അങ്ങനെയാണ് ലോഡ് കണ്ടുപിടിക്കാൻ. നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ലോഡ് ബൈ എന്താണ്? എഫേർട്ടാണ്, അല്ലെ? ലോഡ് ബൈ എന്താണ്? എഫേർട്ടാണ്. അപ്പോൾ ലോഡ് നമുക്കറിയില്ല. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിനെ നമുക്ക് എന്ത് ചെയ്യാം? എഫേർട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടുത്തെ ലോഡ് കിട്ടും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 3, എഫേർട്ട് എന്ന് പറയുന്നത് 4, 1 4 4 2 3 12 120 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ചോദ്യം പ്രതീക്ഷിക്കേണ്ട, ഇത്ര സിമ്പിളൊന്നും ചോദിക്കാറില്ല, എങ്കിലും ഒരു ഐഡിയ കിട്ടാൻ ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ എഫേർട്ട് എന്ന് മനസ്സിലായല്ലോ. നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്, മെഷീൻ ചെയ്യേണ്ടത് ലോഡ്. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട്, മെഷീൻ ചെയ്യേണ്ടത് ലോഡ്. മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ? അതൊരു റേഷ്യോ ആണ്. എന്താണ്? ലോഡിനെ എഫേർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ്. ഇത് എന്ത് കാണിക്കും? ഹൗ മെനി ടൈംസ് ഓഫ് ദ ലോഡ് ഈസ് ദ എഫേർട്ട്. എഫേർട്ടിൻ്റെ എത്ര മടങ്ങാണ് ലോഡ്. അപ്പോൾ ഇത്രയും മടങ്ങ് എടുക്കാൻ നമ്മൾ സഹായിച്ചത് ഈ പറയുന്ന അറേഞ്ച്മെൻ്റ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് വിളിച്ചത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വോളിബോൾ കളിക്കുകയാണ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കുകയാണ്. അപ്പോൾ നല്ല ഉയരമുള്ള ഒരാൾക്ക് ഈ ബാസ്ക്കറ്റിലോട്ട് ബോളിന് ഇടാൻ കുറച്ച് ഗുണമുണ്ടാകും. നമ്മൾ പറയാം അവൻ്റെ ഹൈറ്റ് ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് അവന് പെട്ടെന്ന് കാര്യം ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ പറയുന്ന 400 ന്യൂട്ടണിൽ വന്ന സാധനത്തിന് നമ്മൾ 100 ന്യൂട്ടൺ കൊടുത്തപ്പോൾ തന്നെ പൊങ്ങിയതെങ്കിൽ അവിടെ നമുക്ക് ഈ അഡ്വാൻറ്റേജ് തന്നത് ആരാ? ഈ അറേഞ്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് അതിനെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിച്ചു. ലോഡ് ബൈ എഫേർട്ട് യൂണിറ്റ് ഇല്ല. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ മെഷീനുകളിൽ ആദ്യത്തെ മെഷീൻ ഇന്നത്തെ ക്ലാസ്സിലൊന്ന് പഠിക്കാം. ഓക്കെ, സമയം കുറവായതുകൊണ്ട് ഞാൻ ക്ലാസ്സിൻ്റെ ലെങ്ത് ഇപ്പം കൂട്ടാമെന്ന് വിചാരിച്ചു. ലിവർ നമുക്കറിയാമെന്നുള്ളത് എന്താണ്? ആടിൻ്റെ ലിവർ, മട്ടൻ്റെ ലിവർ, കോഴിയുടെ ലിവർ. ഇതെന്ത് ലിവർ? ഇതൊരു നീണ്ട കമ്പി. ഇതാണ് എന്ത്? ലിവർ എന്ന് പറയുന്നത്. റിജിഡ് റോഡ്. എന്താണ് റിജിഡ് റോഡ്? എന്താ റിജിഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുകൊണ്ട് വളയ്ക്കുമ്പോൾ ഈ റോഡ് വളഞ്ഞു പോയി കഴിഞ്ഞാൽ പൊങ്ങത്തില്ല. പണ്ട് നമ്മുടെ ആർക്കിമിഡീസ്, നിങ്ങൾക്കറിയാം, യുറേക്ക എന്ന് വിളിച്ച്, അല്ലേ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ച വ്യക്തി.
ഇദ്ദേഹം പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, ഗീവ് മീ എ ലിവർ ലോങ് ഇനഫ് ആൻഡ് എ പ്ലേസ് ടു സ്റ്റാൻഡ്, ഐ വിൽ മൂവ് ദ എർത്ത്. എനിക്ക് ഈ പറയുന്ന ഭൂമിയെ പൊക്കാൻ നീളത്തിനുള്ളൊരു ലിവറും ചവിട്ടി നിൽക്കാനൊരു സ്ഥലവും നിങ്ങൾ തന്നാൽ ഞാൻ എന്ത് ചെയ്യാം, ഭൂമിയെ ഉയർത്തി കാണിച്ചു തരാമെന്ന് ആര് പറഞ്ഞു? ആർക്കിമിഡീസ് പറഞ്ഞു. ഭാഗ്യം വെച്ചാൽ അത്രയും വലിയ ലിവർ കൊടുക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളിക്ക് ഭൂമി ഉയർത്താൻ പറ്റിയില്ല. മാത്രമല്ല ഒരു പ്ലേസ് ടു സ്റ്റാൻഡ് ഇല്ലല്ലോ. എങ്കിലും പറഞ്ഞത് ശരിയാണ്. സംഭവം എന്താണ്, നമുക്കിത് ഇതുപോലെ ഈ പറയുന്ന ഒരു കമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഞങ്ങൾ അതിനെ കുത്തിപ്പൊക്കുക എന്ന് പറയും. ഇങ്ങനെ കുത്തിപ്പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എഫേർട്ട് വളരെ കുറവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ഈ നീണ്ട റോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിവർ എന്ന് വിളിക്കുന്നത്. അത് സിമ്പിളാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ സിമ്പിളാക്കി ഇപ്പോൾ മാറും, നോക്കൂ. എ ലിവർ ഈസ് എ റിജിഡ് റോഡ് ദാറ്റ് ക്യാൻ റൊട്ടേറ്റ് എറൗണ്ട് എ ഫിക്സഡ് പോയിന്റ് കാൾഡ് ഫൾക്രം. അയ്യോ, അതെന്തുവാ സംഭവം? അതാ നോക്കടാ, നമ്മളിതാ ഈ പറയുന്ന സാധനത്തിന് ഇവിടെ കുത്തിപ്പൊക്കാനായിട്ട് ഉപയോഗിച്ച് ഈ ഒരു പോയിന്റിലെ ഇതിനെയാണ് നമ്മൾ ഫൾക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഈ ചാപ്റ്റർ മനസ്സിലാവണമെങ്കിൽ ഈ 3 വാക്കുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ 2 നമ്മൾ പഠിച്ചു. എന്താണ്? നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്, ഈ പറയുന്ന സിമ്പിൾ മെഷീൻ ചെയ്യേണ്ടത് ലോഡ്. ഈ ഇവിടുത്തെ സിമ്പിൾ മെഷീൻ്റെ പേര് ലിവർ. അപ്പോൾ ഈ ലിവറും ലോഡും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ അതിനെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. എവിടെയെങ്കിലും ഒരു പോയിന്റ് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ആ ബാലൻസ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൾക്രം എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഫൾക്രം. അപ്പോൾ ഈ ഫൾക്രം എന്ന് പറയുന്നത് ഇവിടെ ഒരു ബാലൻസിങ്ങിൻ്റെ പരിപാടി, ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഒക്കെ ഒരു പരിപാടി വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. സീസോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ നടുക്കത്തെ പോയിന്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഫൾക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൾക്രത്തിന് അക്രോസ് ആയിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മൂവ് ചെയ്യുന്നത്. ഈ ത്രാസിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു പോയിന്റാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഫൾക്രം എന്ന് പറയുന്നത്. ഇവിടെ ഫൾക്രം സെൻറ്ററിലിരിക്കുന്നു, ഇവിടെയും സെൻറ്ററിലിരിക്കുന്നു, ഇവിടെയും സെൻറ്ററിലിരിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു ലിവർ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവർ എന്നാൽ ഒരു റിജിഡ് റോഡാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫിക്സഡ് പോയിന്റിന് അക്രോസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആ ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്ന പേര് ഫൾക്രം. മറന്നു പോകരുത്, മറന്നു പോയാൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഒന്നും കൂടെ, എന്താണ് ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ലിവർ ഈസ് എ റിജിഡ് റോഡ് ദാറ്റ് ക്യാൻ റൊട്ടേറ്റ്. അപ്പോൾ റൊട്ടേറ്റ് എന്ന വാക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മൾ ഒരു പോയിന്റിൽ ഈ പറയുന്ന ലിവറിനെ കൊണ്ട് വെച്ചിട്ട് ഈ പോയിന്റിന് അക്രോസ് ആയിട്ടായിരിക്കും ഇത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇത് താഴോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ റൊട്ടേഷൻ ഇവിടെ ഉണ്ടാവുന്നില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു ഫിക്സഡ് പോയിന്റിൽ വെച്ചിട്ടാണോ ഈ പറയുന്ന റോഡിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൾക്രം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു വശത്ത് നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന എഫേർട്ടായിരിക്കും. മറുവശത്ത് ഈ പറയുന്ന മെഷീൻ ചെയ്യേണ്ട ലോഡായിരിക്കും. മാറിപ്പോകരുത്, റിപ്പീറ്റ് ചെയ്ത് പറയുന്ന അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ക്രോസ് ബാർ, നേരത്തെ കണ്ട ആ ഒരു നീണ്ട കമ്പ്, അല്ലെങ്കിൽ നമ്മുടെ കോമൺ ബാലൻസ്, സീസോ, ഇതൊക്കെ ലിവർ അറേഞ്ച്മെൻറ്റിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതുപോലെ ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ ലിവറിൽ നിങ്ങളിതിന് ആര് ചോദിച്ചാൽ നിങ്ങൾ പറയും എന്താണ് ഫൾക്രം? ഫൾക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിക്സഡ് പോയിന്റ് എറൗണ്ട് വിച്ച് എ ലിവർ ക്യാൻ റൊട്ടേറ്റ്. ഒരു ലിവറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ ഫൾക്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലിവർ ഇത് ചെയ്യുന്നത്? സംശയമുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു 400 ന്യൂട്ടൺ ഉള്ളതിന് വെറും 100 ന്യൂട്ടൺ കൊടുത്തപ്പോൾ പൊങ്ങിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് പിന്നിലൊരു തത്വമുണ്ട്. ആ തത്വത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിവർ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഞാനൊന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഇതൊരു വെയിറ്റ് ഉള്ള സാധനം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചില ആൾക്കാർ ഈ കല്ലും അല്ലെ പല ഷേപ്പിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെക്കുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലേ? ചില ആൾക്കാർ ബൈക്കിനെ ബാലൻസ് ചെയ്യും, സൈക്കിളിനെ ബാലൻസ് ചെയ്യും. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പിള്ളേർ ബുക്കിനെ ഇങ്ങനെ വിരൽ ബാലൻസ് ചെയ്യാറുണ്ടല്ലോ. ബാസ്കറ്റ് ബോൾ കളിക്കുന്ന പ്ലെയേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന വോളിബോൾ കളിക്കുന്ന പ്ലെയേഴ്സ് ബോളിനെ ഇങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യാറുണ്ടല്ലോ, അല്ലെങ്കിൽ സർക്കസിലെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ബുക്ക് അവിടെ ഇരിക്കുന്നത്? ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ബുക്കിൻ്റെ എൻറ്റയർ വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് അല്ലേ? ആ പോയിന്റിന് അക്രോസ് ആയിട്ട് നമ്മളൊരു എതിർ ബലം കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ബാലൻസിങ് നടക്കുന്നു. ഈ പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ എൻറ്റയർ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് കൺസിഡേർഡ് ടു ആക്ട്. ഓക്കെ, ഇനി കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരു കല്ല് ഇവിടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഈ പറയുന്ന ഒബ്ജക്റ്റ് നമുക്ക് പൊക്കണമെങ്കിൽ ഇതിനേത് ക്രോസ് ആയിട്ടൊരു ബലം കൊടുക്കണം. പക്ഷേ ഇതുപോലെ കല്ലിന് അങ്ങനെ ബലം കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലിവർ കൊണ്ട് വയ്ക്കും, ഇവിടെ ഒരു ഫൾക്രവും കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഇത് മൊത്തത്തിലൊരു സിസ്റ്റമായിട്ട് മാറും. അപ്പോൾ ഈ പറയുന്ന സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എങ്ങോട്ടെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടാവും. അതായത് ആദ്യത്തെ പോയിന്റിലായിരിക്കില്ല, ഇത് മൊത്തത്തിലൊരു സിസ്റ്റം ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന ഫൾക്രത്തിനടുത്തോട്ട് മാറണം.
അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബലം കൊടുക്കുമ്പോഴത്തേക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ഏതാണ്ട് തുല്യമാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് മുകളിലോട്ട് പൊങ്ങുന്നത്. ഇനി ഇത്രയും കോംപ്ലക്സ് ഒന്നും ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കിയാൽ മതി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നൊരു പോയിൻ്റാണ്. അവിടെ ഈ ഒബ്ജക്റ്റിൻ്റെ എല്ലാ വെയിറ്റും ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ക്രോസായിട്ട് നമുക്കൊരു ബലം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഒബ്ജക്റ്റിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളിവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ പറ്റി പഠിക്കാൻ വന്നതല്ല, നമ്മൾ ലിവറിനെ പറ്റി പഠിക്കാനാണ് വന്നത്. അപ്പോൾ ലിവർ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളെ ഒരു സ്കെയിൽ എടുക്കുക, സ്കെയിലിൻ്റെ രണ്ടറ്റത്ത് നമ്മളിങ്ങനെ കൈ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഇതിൻ്റെ ഒരു പേന ആയതുകൊണ്ട് പറ്റത്തില്ല, ഇതൊരു യൂണിഫോം മാസമുള്ളതല്ല. നമ്മളിങ്ങനെ കൈ ചേർത്ത് കൊണ്ടുവന്ന് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഈ പറയുന്ന പേന ബാലൻസ് ചെയ്തിരുന്നത് കണ്ടോ? അപ്പോൾ ഈ പോയിൻ്റാണ് എന്ത്? ഈ പറയുന്ന പെന്നിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാം? ഇതാ ഇവിടെ നമ്മൾ ഒരു സ്കെയിലിനെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കെട്ടിത്തൂക്കി. എന്നിട്ട് ഒരു വശത്ത് നമ്മളൊരു 50 ഗ്രാം വെയിറ്റ് ഇട്ടു. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലോഡെന്ന് വിളിക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും അതേ ദൂരം, ഇത് 25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതേ ദൂരത്തിൽ മറ്റൊരു വെയിറ്റിനും തൂക്കിയിട്ടു. നമുക്കതിനെ ഈ പറയുന്ന എക്സാമ്പിളിന് വേണ്ടിയിട്ട് എഫേർട്ട് എന്ന് വിളിക്കാം. ഇനി ശ്രദ്ധിക്കണേ, ലോഡ് മുതൽ എഫേർട്ട്, ഈ പറയുന്ന നടക്കത്തെ പോയിൻ്റ് അപ്പോൾ എന്തായിരിക്കും? ഇതായിരിക്കും ഫൽക്രം എന്ന് പറയുന്നത്, അല്ല ഇതാണ് ഫൽക്രം. ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ദൂരത്തിന് നമ്മൾ ലോഡ് ആം എന്ന് വിളിക്കും. ഈ ദൂരത്തിന് ലോഡ് ആം എന്ന് വിളിക്കും. നമ്മൾ ലിവറിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. എഫേർട്ട് മുതൽ ഫൽക്രം വരെയുള്ള ദൂരത്തിന് നമ്മൾ എന്ത് വിളിക്കും? എഫേർട്ട് ആം എന്ന് വിളിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ രണ്ടിടവും 25 സെൻറ്റിമീറ്റർ ആയതുകൊണ്ടും രണ്ട് വെയിറ്റും 50 ഗ്രാം ആയതുകൊണ്ടും ഇത് രണ്ട് ബാലൻസ് ചെയ്തിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണ് നമ്മൾ എന്താ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നല്ലേ. ഇവിടുത്തെ ഈ 50 ഗ്രാമിന് പകരം നമ്മളൊരു 60 ഗ്രാം ആക്കിയെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങളത് ഇതേ 50 ഗ്രാം ഉപയോഗിച്ച് തന്നെ ബാലൻസ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായാലും 25 സെൻറ്റിമീറ്ററിൽ വെച്ച് ബാലൻസ് ആവുമല്ലോ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനൊരല്പം ഇങ്ങോട്ട് നീക്കും. ചിലപ്പോൾ ഒരു 28 ഒരു 30 സെൻറ്റിമീറ്ററോ ആയപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇതേ 50 ഗ്രാമിന് ഈ 60 ഗ്രാമിന് ബാലൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്താ ഇവിടെ മാറിയത്? ഈ ദൂരമാണ് മാറിയത്. അപ്പോൾ ഈ ദൂരത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ലോഡ് ബാലൻസിങ്ങിന് പിന്നിലൊരു പ്രവർത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ലിവറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, നമ്മളൊരു വെയിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും, നമ്മളൊരു വെയിറ്റിനെ കെട്ടിത്തൂക്കുന്ന സമയത്ത് നമ്മൾ സസ്പെൻഡ് ചെയ്യുന്ന ഒരു വെയിറ്റ് അല്ലെങ്കിൽ നമുക്കതിനെ ലോഡെന്ന് വിളിക്കാം. നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? എഫേർട്ട് എന്ന് വിളിക്കാം. അതിന് നടുക്കൊരു പോയിന്റ് ഉണ്ടാകും, അതാണ് ഫൽക്രം. ആ പറയുന്ന പെർപെൻഡിക്കുലർ ദൂരം ആരൊക്കെ? ലോഡിനും ഫൽക്രത്തിനും ഇടയിൽ നമ്മളതിനെ ലോഡ് ആമെന്ന് വിളിക്കും. ഫൽക്രത്തിനും എഫേർട്ടിനും ഇടയിലാണെങ്കിൽ നമ്മളതിനെ എഫേർട്ട് ആമെന്ന് വിളിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ ലോഡ് ഇൻറ്റു ലോഡ് ആമെന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആമിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ നോക്കിക്കോ, കണ്ടോ, 50 ഗ്രാം വെയിറ്റ് 25 സെൻറ്റിമീറ്ററിൽ വെച്ചു. അപ്പോൾ 50 ഇൻറ്റു 25, 50 ഗ്രാം വെയിറ്റ് 25 സെൻറ്റിമീറ്റർ ദൂരത്തിൽ വെച്ചപ്പോഴത്തേക്കും രണ്ടും എന്ത് ചെയ്തു? ബാലൻസ് ചെയ്തു. അതായത് ഇവിടെ 50 വെച്ചു, 25 ദൂരം, ഇവിടെ 25 ദൂരം, ഇവിടെ 50 വെച്ചു, രണ്ട് ബാലൻസ് ചെയ്തു. തുല്യമായല്ലോ. അതായത് ഇവൻ കൊടുക്കുന്ന ബലവും തുല്യമായിരിക്കും. ഇനി നമ്മൾ വെയിറ്റ് എന്ന് പറയുന്ന 60 ആക്കി, ദൂരത്തിന് എന്ത് ചെയ്തു? 25 ആക്കി തന്നെ വെച്ചു. എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അതേ 50 വെച്ച് തന്നെ ഇതിനെ ബാലൻസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ദൂരത്തിന് 30 ആക്കിയാൽ മതി. കാരണം ഇതേ ഇൻറ്റു ഇത് ബൈ ഇതേ ഇൻറ്റു ഇത് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും, അല്ലേ? ഈ പറയുന്ന 60 ഇൻറ്റു 25 1500 50 ഇൻറ്റു 30 എന്താണ്? 1500. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ഇവിടെ നോക്കിയേ, 70 ഇൻറ്റു 30 അല്ലേ? 70 ഇൻറ്റു 30 0 0 0 1 7 2 7 14 3 7 21. അപ്പോൾ 2 1 0 0 എന്ന് പറയുന്നത് എന്തായാലും 50 ഇൻറ്റു എത്രയ്ക്ക് തുല്യമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം എന്താണ് ഈ പറയുന്ന 50, ഈ പറയുന്ന 50 ഇൻറ്റു ഇവിടുത്തെ ഈ ദൂരം നമുക്കറിയില്ല. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടും? നമുക്ക് 2 1 0 0 തന്നെ കിട്ടും. കാരണം അതാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ലിവർ. അപ്പോൾ ഇവിടുന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 1 0 0 ബൈ എത്രയായിരിക്കും? 50 ആയിരിക്കും. 0 0 വെട്ടിപ്പോയി. അപ്പോൾ അതൊക്കെ എത്ര കിട്ടും? 210 ബൈ എന്തെന്ന് കിട്ടും? 5 എന്ന് കിട്ടും, അല്ലേ? 210 ബൈ 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 210 ബൈ എത്രയാണ്? 5. 5 10 15 20, 4 തവണ 20, ബാലൻസ് 1. 5 2 തവണ 10 42. സോ ഇതെന്ന് പറയുന്നത് 42 ആകുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 2 1 0 0 കിട്ടും. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായി, ലോഡിനെ ലോഡ് ആം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എഫേർട്ടിനെ എഫേർട്ട് ആം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കിട്ടുന്ന വാല്യൂ തുല്യമായിരിക്കും.
എങ്കിൽ അത് ബാലൻസ് ആയിരിക്കും. ഇതാണ് ലിവറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആമാണ്. ഇതാണ് എന്ത് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ 400 ന്യൂട്ടണുള്ള ഈ പറയുന്ന കല്ലിനെ ഈ പറയുന്ന ദൂരം കൊണ്ട് ഈ പറയുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും നമ്മൾ ഇവിടെ 100 കൊടുത്തിട്ട് ഈ ദൂരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇത് തുല്യ വാല്യൂ ആകുമ്പോൾ മാത്രമേ ഈ കല്ല് എന്ത് ചെയ്യത്തുള്ളൂ, പൊങ്ങത്തുള്ളൂ. അപ്പോൾ മാത്രമേ ഈ കല്ല് എന്ത് ചെയ്യത്തുള്ളൂ, പൊങ്ങത്തുള്ളൂ. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവറിനകത്ത് പറയുന്നത്. ഇതാണ് എന്തിനകത്ത് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ലിവറിനകത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ ബാക്കി നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത്. ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം. ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം ആയിരിക്കും. ഇത് ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ലോഡ്, എഫേർട്ട്, ലോഡാം, എഫേർട്ടാം എന്ന് പറയാം. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ലിവർ മെക്കാനിസത്തിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് ലോഡ് ബൈ എഫേർട്ട്. ഇതാണല്ലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ലോഡാമും എഫേർട്ട് ആമിൻ്റെ ടേംസിൽ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്കറിയാം ലോഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബാലൻസ് അല്ലെങ്കിൽ ലിവർ അനുസരിച്ച് ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആയിരിക്കും. ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. ഈ പറയുന്ന ലോഡ് ഇവിടെ ഉണ്ട്, ഈ എഫേർട്ട് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ എന്താണ്, ലോഡ് ബൈ എഫേർട്ട് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ്, എഫേർട്ട് ആം ആയിരിക്കും. ഇവ ഇപ്പുറത്ത് പോകുമ്പോൾ ബൈ എന്തായിരിക്കും, ലോഡ് ആം ആയിരിക്കും. ഈ ലോഡ് ബൈ എഫേർട്ട് അല്ലേ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് പുതിയൊരു ഫോർമുല കിട്ടിയില്ലേ, എന്താണ്, എഫേർട്ട് ആം ബൈ ലോഡ് ആം. എഫേർട്ട് ആം ബൈ ലോഡ് ആം. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല കൂടെ കിട്ടി. എന്താണ്, എഫേർട്ട് ആം ബൈ ലോഡ് ആം. ഒന്നുകൂടെ പറയാമേ, പറഞ്ഞ കാര്യം കൺഫ്യൂഷൻ വന്നു കാണും. നമുക്കൊരു ലിവർ സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ഫോർമുല എന്താണ്, ലോഡ് എ ബൈ എന്താണ്, എഫേർട്ടാണ്. എന്താണ്, ലോഡ് എ ബൈ എഫേർട്ടാണ്. ഇനി നമുക്കിതിനെ ലോഡാം എഫേർട്ടാം ടേംസിൽ എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താണ്, എഫേർട്ട് ആം ബൈ ലോഡാം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അവിടുത്തെ എന്ത് തന്നെ ആയിരിക്കും, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം ആണെന്ന് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ലോഡിനെ എഫേർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ഇക്വേഷനിൽ എഫേർട്ട് ആം എന്ന് പറയുന്നത് ബൈ എന്താവും, ലോഡ് ആം ആവും. അപ്പോൾ ഈ ലോഡ് ബൈ എഫേർട്ടിനെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, എഫേർട്ട് ആം ബൈ ലോഡ് ആം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ലോഡ് ആം ബൈ എഫേർട്ട് ആം. സെറ്റല്ലേ? ലിവറിനെ പറ്റി ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ലെങ്ത് കൂടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ബാക്കി കാണുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി സിമ്പിൾ കാര്യമാണ്. ലിവറുകൾ 3 തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. പിന്നെ ഒരു കാര്യം ഇപ്പോഴേ പറയാം, ഇത് 3 പഠിക്കുമ്പോൾ എന്തെങ്കിലും തലയിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ എന്താണ് ലോഡ്, മെഷീൻ ചെയ്യേണ്ടത് ലോഡ്, എന്താണ് എഫേർട്ട്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട്. ഇനി ലോഡും എഫേർട്ടും ഒക്കെ നമ്മളൊരു ലിവർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഏത് പോയിന്റിന് അക്രോസ് ആയിട്ടാണോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫൽക്രം എന്ന് വിളിക്കുന്നത്. ഇത് 3ഉം വളരെ വിശദമായി അല്ലെങ്കിൽ വളരെ വ്യക്തമായി പഠിച്ചെങ്കിൽ മാത്രം ദയവ് ഇതിലോട്ട് പോവുക, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ വരും. ലിവറുകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. എന്തിനടിസ്ഥാനപ്പെടുത്തി, എവിടെയാണ് ഈ ഫൽക്രവും എഫേർട്ടും ലോഡും ഇരിക്കുന്നത് മനസ്സിലാക്കി. അങ്ങനെ 3ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ എന്നിങ്ങനെ എത്രയായിട്ട് തിരിക്കാം, 3ആയിട്ട് തിരിക്കാം. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു കോഡ് ഞാൻ ഇത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇനി ആദ്യം നോക്കിക്കോ, നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലിവർ. ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെ. ഒരു വശത്ത് എഫേർട്ട്, മറുവശത്ത് ലോഡ്, നടുക്ക് ഫൽക്രം വരുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് വിളിക്കുന്നത്. ഫൽക്രം ഈസ് ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ദ എഫേർട്ട് ഈസ് കോൾഡ് ഫസ്റ്റ് ഓർഡർ ലിവർ. നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ ത്രാസ് എന്ന് പറയുന്ന സാധനം, കോമൺ ബാലൻസ് അല്ലേ, കോമൺ ബാലൻസിന് നടുക്കാണ് ഫൽക്രം, ഇരുവശത്തും സംഭവം ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച ക്രോസ് ബാർ അല്ലെങ്കിൽ ക്രോ ബാർ, അതിനകത്ത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന കത്രിക, സിസേഴ്സ്, ഇതിനകത്തും എന്ത് തന്നെയാണ്, ഇതിനകത്തും ഈ പറയുന്ന ഫൽക്രം നടുക്ക്, എഫേർട്ട് ഒരിടത്ത്, ലോഡ് ഒരിടത്ത്. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് വിളിക്കുന്നത്. എത്ര മനോഹരം അല്ലേ? തീർന്നില്ല, ഇതിനകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാനുണ്ട്. നോക്കിക്കോ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവേഴ്സ്. ലിവേഴ്സിന് എത്രയായിട്ട് തിരിക്കാം, 3.
ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. ഫസ്റ്റ് ഓർഡർ ലിവറിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വശത്ത് എഫേർട്ട്, ഒരു വശത്ത് ഫൽക്രം, ഒരു വശത്ത് ലോഡ്. എഫേർട്ട്, ഫൽക്രം, ലോഡ്. ഇനി എഫേർട്ട് തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരമാണെന്ത്? എഫേർട്ട് ആം. ഫൽക്രം തൊട്ട് ലോഡ് വരെയുള്ള ദൂരമാണെന്ത്? ലോഡ് ആം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് എഫേർട്ട് ആം ബൈ എന്താണ്? ലോഡ് ആം ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ എഫേർട്ട് ആം എന്ന് പറയുന്നത് വലുതും ലോഡ് ആം എന്ന് പറയുന്നത് ചെറുതുമാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും എടാ? എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. എങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കൂലേ? ആലോചിച്ച് നോക്കി. ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. ഉത്തരം എന്തായിരിക്കും? ഒന്നിനേക്കാളും വലുതായിരിക്കും. ഇനി എഫേർട്ട് ആം എന്ന് പറയുന്നത് ലോഡ് ആമിന് തുല്യമാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1 തുല്യമായിരിക്കില്ലേ? കാരണം രണ്ടും ഒരേ നമ്പർ അല്ലേ? അപ്പോൾ 1 വരുള്ളൂ. ഇനി 3, ഈ എഫേർട്ട് ആം എന്ന് പറയുന്നത് ചെറുതും ലോഡ് ആം എന്ന് പറയുന്നത് വലുതുമാണെങ്കിൽ അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കില്ലേ? എത്രയായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കില്ലേ? കാരണം എന്താ? ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത്. അതായത് ഇപ്പോൾ നോക്ക്, 10/5 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. ഉത്തരം എത്രയായിരിക്കും? 2, ഒന്നിനേക്കാളും വലുത്. 10/10 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം, ഉത്തരം 1, 1 തുല്യം. ഇനി 5/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അത് ഒന്നിനേക്കാളും ചെറുതല്ലേ? 0.5 ആയിരിക്കും. അത് ഒന്നിനേക്കാളും ചെറുത്. കാരണം ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ? ഇത് എഴുതുന്ന പിടി കിട്ടിയോ? ഇത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മളൊരു ലിവർ എടുക്കുമ്പോഴത്തേക്കും ഒരിടത്ത് എഫേർട്ട്, ഒരിടത്ത് ഫൽക്രം, ഒരിടത്ത് ലോഡ്. എഫേർട്ടും ഫൽക്രവും ഇടയിൽ എഫേർട്ട് ആം, ലോഡും ഫൽക്രത്തിനിടയിൽ ലോഡ് ആം. ഈ ലോഡ് ആം എഫേർട്ട് ആമയും തമ്മിലൊരു കണക്ഷനാണെന്ത്? എഫേർട്ട് ആം ബൈ ലോഡ് ആമാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവർ തമ്മിലുള്ള ദൂരത്തെ അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൽ മാറ്റം വരുത്താനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര ലോഡിന് നമുക്ക് പൊക്കണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇവരെ അറേഞ്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. എഫേർട്ട് ആം എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ നല്ല മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും. എന്ന് വെച്ചാൽ ചെറിയ എഫേർട്ട് നമുക്ക് കൊടുത്ത് വലിയ ലോഡിനെ പൊക്കാൻ പറ്റും. ഇനി എഫേർട്ട് ആം രണ്ടും തുല്യമാണെങ്കിലോ അപ്പുറത്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും ഇപ്പുറത്ത് കിട്ടുന്നത്. ഇതാണ് നമ്മൾ കോമൺ ബാലൻസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ത്രാസിൽ അല്ല ഇപ്പുറത്ത് വയ്ക്കുന്ന അതേ വെയിറ്റിന് തുല്യം ഇപ്പുറത്താകുമ്പോൾ രണ്ടും കൂടെ ബാലൻസ് ആവും. ഇനി എഫേർട്ട് ആം എന്ന് പറയുന്ന കുറവും ലോഡ് ആം എന്ന് പറയുന്ന കൂടുതലാകുമ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. നമ്മൾ എഫേർട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. ഇനി കാര്യത്തിലോട്ട് വരാം. 3 എക്സാമ്പിൾസ് നോക്കിയോ. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് വെച്ചാൽ? ഫൽക്രം എന്ന് പറയുന്നത് ലോഡിനും എഫേർട്ടിനും ഇടയിൽ വന്നാൽ അതാണ് ഫസ്റ്റ് ഓർഡർ ലിവർ. നമ്മുടെ കോമൺ ബാലൻസ്, കത്രിക, അതുപോലെ നമ്മുടെ സീസോ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഫസ്റ്റ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ. അതിൽ കോമൺ ബാലൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? അവിടെ എഫേർട്ട് ആം എന്ന് പറയുന്നതും ലോഡ് ആം എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെ ചോദിക്കും. അതിനാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു തന്നത്. ഓക്കെ, എഫേർട്ട് ആമും ലോഡ് ആമും എന്തായിരിക്കും? തുല്യമായിരിക്കും. സോ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇനി കത്രികയിലോട്ട് വരുമ്പോഴത്തേക്കും കത്രിക ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് അത് ഇവിടെ അല്ലേടാ കൊടുക്കുന്നത് എഫേർട്ട്. ഈ കത്രിക ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ഇവിടെയല്ലേ? ഈ പറയുന്ന പോയിന്റ് അല്ലേ ഫൽക്രം? അപ്പോൾ നോക്കേ, നമ്മൾ എഫേർട്ടും ഈ പറയുന്ന ദൂരവും ഇതാണല്ലോ നമ്മുടെ എഫേർട്ട് ആം എന്ന് പറയുന്നത്, ഇതാണല്ലോ നമ്മുടെ ലോഡ് ആം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താടാ പറ്റുന്നത്? എഫേർട്ട് ആം ചെറുത്, ലോഡ് ആം കൂടുതൽ. എഫേർട്ട് ആം ചെറുത്, ലോഡ് ആം കൂടുതൽ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ നോക്കടാ. വൈൽ യൂസിങ് എ സിസർ. ഓക്കെ യൂസിങ് എ സിസർ ഇവിടെ പഠിച്ചോളാം. ഇവിടെ വേണ്ടി വരും. എഫേർട്ട് ആമെന്ന് പറയുന്നത് ചെറുതായിരിക്കും, ലോഡ് ആമെന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പം നമ്മളുടെ എഫേർട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് നമ്മൾ കത്രിക ഉപയോഗിക്കുന്നത്? നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ എന്തിനാണ് കത്രിക ഉപയോഗിക്കുന്നത്? പേപ്പർ കട്ട് ചെയ്യാനാണ് അല്ലേ? അപ്പം നമ്മൾ കൊടുക്കുന്ന ബലം കൂടുതലാണെങ്കിലും ഇത് കൂടുതൽ ദൂരത്തിൽ ആക്ട് ചെയ്യും. അപ്പോൾ പേപ്പറിൻ്റെ ഒരുപാട് ലെങ്ത് ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ കത്രിക ഉപയോഗിക്കുന്നത്. അപ്പോൾ ആലോചിക്കുക, കത്രികയിൽ നമ്മൾ പേപ്പർ വയ്ക്കുന്നതോടെ നമ്മുടെ കയ്യിൽ വേദന കൂടുതൽ ചെയ്യും. കട്ടിക്കുള്ള പേപ്പർ വെച്ച് മുറിക്കാൻ നോക്കിയേ. അപ്പം ബലം മാറ്റം അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നീളം കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ലോഡാകും കൂടുതൽ. ഇനി ക്രോ ബാർ എന്നല്ല ക്രോ ബാർ വെച്ച് നമ്മൾ കല്ലിനെ മോഹിപ്പിക്കുകയാണ്. ഇവിടെ നോക്കടാ, നമുക്ക് അറിയാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ ഇവിടെ വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പിടികിട്ടും ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാണ്. ഇതെന്ത് പറ്റി? നോക്കിയോ,
3 കേസ് എടുക്കുകയാണേ. കല്ല്, കല്ല്, കല്ല്. ഒന്ന്, ഞാൻ ഫൽക്രത്തിന് എന്ത് ചെയ്തു? ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, എന്നിട്ട് കുത്തിപ്പൊക്കാൻ നോക്കി. ഫൽക്രത്തിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കി? പൊക്കാനായിട്ട് നോക്കി. മൂന്നാമത്തെ വേണ്ട. ഇത് രണ്ടിൽ എവിടെയായിരിക്കും ഞാൻ കൂടുതൽ ബലം? ഞാൻ കൊടുക്കുന്ന ബലത്തിന് ഞാൻ എഫേർട്ട് എന്നല്ലേ പറയുന്നത്. ഇതിലെവിടെയായിരിക്കും ഞാൻ കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടത്? അല്ലേ, ഇത് പൊക്കാൻ കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടത് എവിടെയായിരിക്കും? അപ്പോൾ നിങ്ങൾ പറയും ഇവിടെ ആയിരിക്കും, അല്ലേ? എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. കാരണം എന്താണ്? നോക്ക്, എഫേർട്ട് ആം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സോറി, തിരിഞ്ഞു പോയി അല്ലേ. കൂടുതൽ കൊടുക്കേണ്ടത് എവിടെയായിരിക്കും? നമ്മൾ ഇവിടെ ആയിരിക്കും കൂടുതൽ കൊടുക്കേണ്ടത്, അല്ലേ? ഇവിടെ നോക്കിയേ, എഫേർട്ട് ആം എന്ന് പറയുന്നത് ഇവിടെ കൂടുതൽ, ലോഡ് ആം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കുറവ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എഫേർട്ട് ആം ബൈ ലോഡ് ആം, അല്ലേ? തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അവർ ഇവിടെ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്, അതോ ഇത്രയും ദൂരെ കൊണ്ട് വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്? തൊട്ടടുത്തായിരിക്കും, അല്ലേ? കാരണം എന്താ? എഫേർട്ട് ആമാണ് ഇവിടെ കൂടുതൽ, ലോഡ് ആമാണ് ഇവിടെ കുറവ്. അപ്പോൾ ഇതൊരു വലിയ ടേം, ഇതൊരു ചെറിയ ടേം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അത്രത്തോളം കിട്ടും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യും. കണ്ടോ, വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ദിസ് കേസ്? ഗ്രേറ്റർ ദാൻ 1 ഓർ ലെസ് ദാൻ 1 ഓർ 1. എങ്ങനെ കണ്ടുപിടിക്കും? എഫേർട്ട് ആം കൂടുതൽ, ലോഡ് ആം കുറവ്. അപ്പോൾ ഇവിടെ വലുത് ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ദ ലെങ്ത് ഓഫ് ദ ലോഡ് ആം ഈസ് ഇൻക്രീസ്ഡ് മോർ ദാൻ ദ ലെങ്ത് ഓഫ് ദ എഫേർട്ട് ആം. ഈ പറയുന്ന കണ്ടോ, ഈ ലോഡ് ആമിൻ്റെ ലെങ്ത് കൂട്ടി, ലോഡ് ആമിൻ്റെ ലെങ്ത് കൂട്ടി. അപ്പോൾ എഫേർട്ട് ആമിൻ്റെ ലെങ്ത് എന്ത് ചെയ്തു? കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ത് സംഭവിക്കും? അതാണ് ഞാൻ തൊട്ട് മുമ്പ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, അല്ലേ, ഈ പറയുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫേർട്ട് ആം ബൈ എന്താണ്? ലോഡ് ആമാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ലോഡ് ആം വലുതാകുന്നു, ഇത് വലുതാകുന്നു, എഫേർട്ട് ആം എന്താകുന്നു? ചെറുതാകുന്നു. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വലിയ ഡിനോമിനേറ്റർ ബൈ ചെറിയ ന്യൂമറേറ്റർ. അപ്പോൾ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ, ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ പറഞ്ഞു, ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് ലെസ് ദാൻ 1, കംപ്ലീറ്റ് ദ ടേബിൾ, അല്ലേ? ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ ലോഡ് മോർ ആയിരിക്കും, എഫേർട്ടിനേക്കാളുമായിരിക്കുമോ? അതോ ലോഡ് ആൻഡ് എഫേർട്ട് തുല്യമായിരിക്കുമോ? ലോഡ് ഈസ് ലെസ് ദാൻ എഫേർട്ട് ആയിരിക്കുമോ? ആലോചിച്ച് നോക്കി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ ലോഡായിരിക്കും കൂടുതൽ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആണെങ്കിൽ ലോഡ് എഫേർട്ടും തുല്യമായിരിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലോഡ് എന്ന് പറയുന്നത് എഫേർട്ടിനേക്കാളും ചെറുതായിരിക്കും. പിടി കിട്ടിയോ? ഇത് ഞാനിവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്ന് കാണും. ആദ്യം പറഞ്ഞ ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിനെ സംബന്ധിച്ചിടത്തോളം, സിസറിനെ സംബന്ധിച്ചിടത്തോളം ക്രോസ് ബാർ നോക്കിയേ. ടു എൻഹാൻസ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വൈൽ യൂസിങ് എ ക്രോസ് ബാർ ടു മൂവ് എ സ്റ്റോൺ യു ഷുഡ് ഇൻക്രീസ് ദ എഫേർട്ട് ആം. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരമാണ് എഫേർട്ട് ആം എന്ന് പറയുന്നത്. ഇത് ലോഡിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം, അപ്പോഴേ നമുക്ക് കൂടിയ വെയിറ്റ് പൊക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ ദാൻ 1 വെൻ ദ എഫേർട്ട് ആം ഈസ് ലോങ്ങർ ദാൻ ദ ലോഡ് ആം. എഫേർട്ട് ആം ലോഡ് ആമിനേക്കാൾ കൂടുതലാകുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ലെസ് ദാൻ 1 ലോഡ് ഈസ് മോർ ദാൻ എഫേർട്ട്. 1 ആവുമ്പോൾ ലോഡ് ഈസ് ഈക്വൽ ടു എഫേർട്ട്. ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ ലോഡ് ഈസ് ലെസ് ദാൻ എഫേർട്ടും വരും. അത് ഐഡിയ പിടികിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ശരി. അപ്പോൾ അടുത്ത് വരുന്നതാണ് എന്ത്? സെക്കൻഡ് ഓർഡർ ലിവർ. അപ്പോൾ അപ്പോൾ നിങ്ങളിവിടെ എങ്ങനെ പഠിക്കും? ഫസ്റ്റ് ഓർഡർ ലിവറിൽ അപ്പോൾ സിസർ, നമ്മുടെ കോമൺ ബാലൻസ്, സീസോ, ക്രോബാർ. അടുത്ത് വരുന്നതാണ് എന്ത്? സെക്കൻഡ് ഓർഡർ ലിവർ. സെക്കൻഡ് ഓർഡർ ലിവറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, എഫേർട്ട് കഴിഞ്ഞിട്ട് സാധാരണ വരുന്ന ഫൽക്രമാണ്. ഇവിടെ എഫേർട്ട് കഴിഞ്ഞിട്ട് ലോഡ് കഴിഞ്ഞിട്ടായിരിക്കും ഫൽക്രം വരുന്നത്. എഫേർട്ട് കഴിഞ്ഞിട്ട് ലോഡ് കഴിഞ്ഞിട്ട് ഫൽക്രം വരുവാണെങ്കിൽ അതാണ് സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. അതായത് എന്തായിരിക്കും എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ കാണുന്ന നാരങ്ങ ഞെക്കി നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്. ഈ പോയിൻ്റാണ്, ഈ പോയിന്റിന് അക്രോസ് ആയിട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫൽക്രം, നാരങ്ങയാണ് ലോഡ്. കണ്ടോ? അപ്പോൾ ലോഡ് നടുക്ക് വന്നാൽ അതാണെന്ത്? സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. ലോഡ് കംസ് ഇൻ ബിറ്റ്വീൻ ദ എഫേർട്ട് ആൻഡ് ദ ഫൽക്രം ഇസ് ദ സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും? ഇത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഇതെന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കടാ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞ ഈ ഒരു പടം നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ സംഭവം? ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളമാണ് കുറയ്ക്കുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എഫേർട്ട് ആം ബൈ എന്താണ്? ലോഡ് ആം ആണ്. ഇവിടെ എഫേർട്ട് ആം എവിടെയാടാ? എഫേർട്ട് ആം എന്ന് വെച്ചാൽ എഫേർട്ട് തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരം അല്ലേ? അപ്പോൾ ഇതല്ലേ എഫേർട്ട് ആം എന്ന് പറയുന്നത്. എന്നാണ് ലോഡ് ആം, ലോഡ് തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരം.
അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ലിവറിനകത്ത് നമ്മൾ നോക്കിയാൽ എപ്പോഴും എഫേർട്ട് ആമല്ലേ കൂടുതൽ, ലോഡ് ആമല്ലേ കുറവ്. അപ്പോൾ ന്യൂമറേറ്റർ അല്ലേ വലുത്, ഡിനോമിനേറ്റർ അല്ലേ ചെറുത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ലിവറിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ വലിയ വെയിറ്റ് ഒക്കെ എടുക്കാൻ നമുക്ക് സെക്കൻഡ് ഓർഡർ ലിവർ ഉപയോഗിക്കാം. അതൊക്കെ നാരങ്ങ ഞെക്കാൻ നല്ല ബലം വേണം അല്ലേ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഞെക്കി കൈ വേദനിക്കും എന്നുള്ളതല്ല ഇത് കൊടുത്ത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞെക്കുമ്പോൾ ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അവിടെ എന്ത് ചെയ്യും? ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് എന്ന് പറയുന്നത് ഫൽക്രത്തിനും എഫേർട്ടിനും ഇടയിലായിരിക്കും. ഒരു എൻഡിലായിരിക്കും ഫൽക്രം ഇരിക്കുന്നത്, ലോഡ് രണ്ടിനും ഇടയിലായിരിക്കും. എഫേർട്ട് എന്ന് പറയുന്നത് ഫൽക്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സെക്കൻഡ് ഓർഡർ ലിവറിൽ എഫേർട്ട് ആം എന്ന് പറയുന്നത് എപ്പോഴും ലോങ് ആയിരിക്കും ലോഡ് ആമിനേക്കാളും. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. വീൽ ബാരോ, നമ്മൾ ഈ പറയുന്ന വീൽ ബാരോ അല്ലെ, വെയിറ്റുള്ള സാധനത്തിന് നമ്മൾ വീലിൽ വെച്ചിരിക്കുന്ന ഉന്തിക്കൊണ്ട് പോകത്തില്ലേ, അത്. നട്ട് ക്രാക്കർ, നട്ട് പൊട്ടിക്കുന്ന സാധനം, ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സാധനം, സ്റ്റേപ്പിളർ, പേപ്പർ കട്ടറൊക്കെ എന്ത് വരും? പേപ്പർ കട്ടർ വരില്ല കേട്ടോ. സ്റ്റേപ്പിൾ എന്തിനകത്ത് വരും? ഈ പറയുന്ന സെക്കൻഡ് ഓർഡറിനകത്ത് വരും. ഓക്കെ, സെക്കൻഡ് ഓർഡറിനകത്ത് വരും. ഇനി വരുന്നതാണ് തേർഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എഫേർട്ട്, ഫൽക്രം, ലോഡ് ഫസ്റ്റ് ഓർഡർ, എഫേർട്ട്, ലോഡ്, ഫൽക്രം സെക്കൻഡ് ഓർഡർ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും തേർഡ് ഓർഡർ ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? നോക്കടാ, നമ്മൾ കൊടുക്കുന്ന ലോഡ് ഇത്, ഫൽക്രം ഇത്, നമ്മൾ ഇവിടെയല്ലേ ഞെക്കുന്നത്. അപ്പോൾ ഇവിടെയല്ലേ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലോഡിനും ഫൽക്രത്തിനും ഇടയിൽ എഫേർട്ട് വരികയാണെങ്കിൽ, അപ്പോൾ ലോഡിനും ഫൽക്രത്തിനും ഇടയിൽ എഫേർട്ട് വരികയാണെങ്കിൽ ഇതാണ് എന്തെന്ന് പറയുന്നത്? തേർഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ഈ പറയുന്ന ഫോഴ്സെപ്സ് പോലത്തെ സാധനം അല്ലേ. ദ എഫേർട്ട് കംസ് ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ദ ഫൽക്രം, ഇറ്റ് ഈസ് തേർഡ് ഓർഡർ ലിവർ. അപ്പോൾ ഇഫ് ദ ഫൽക്രം ഇല്ലേ, ഇതെന്താണ്? ലോഡിനും ഫൽക്രത്തിനും ഇടയിലാണ് എഫേർട്ട് വരുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ തേർഡ് ഓർഡർ ലിവർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ലോഡിനും ഫൽക്രത്തിനും ഇടയിലാണ് എഫേർട്ട് വരുന്നത് എങ്കിൽ ഇവിടെ നോക്കിക്കോ, ഇവിടുത്തെ ഈ ചോദ്യങ്ങളൊന്ന് ചെയ്യാൻ നോക്കിയേ. ഇൻ ദ തേർഡ് ഓർഡർ ലിവർ വിച്ച് ആം ഈസ് ലോങ്ങർ? നമുക്കറിയാം ഫൽക്രം മുതൽ എഫേർട്ട് വരെയുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്? എഫേർട്ട് ആം എന്ന് പറയുന്നത്. ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്? ലോഡ് ആം എന്ന് പറയുന്നത്. ഒരു തേർഡ് ഓർഡർ ലിവറിൽ എപ്പോഴും കൂടുതൽ ഏതായിരിക്കും? അത് ലോഡ് ആമല്ലേ. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും എഫേർട്ട് ആം ബൈ ലോഡ് ആമാണ്. പക്ഷെ തേർഡ് ഓർഡർ ലിവറിൽ എഫേർട്ട് ആം എന്ന് പറയുന്നത് എപ്പോഴും ചെറുതും ലോഡ് ആം എന്ന് പറയുന്നത് എപ്പോഴും വലുതായിരിക്കും. അപ്പോൾ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. അപ്പോൾ എന്തായിരിക്കും? ഈ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ എന്തിനാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്? നമ്മൾ എഫേർട്ട് കൂടെ കൂടുകയല്ലേ ചെയ്യുള്ളൂ അല്ലേ. ഈ പറയുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 എന്ന് വെച്ചാൽ നമ്മുടെ എഫേർട്ടാണ് കൂടുന്നത് അല്ലേ, നമ്മുടെ എഫേർട്ടാണ് കൂടുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആവശ്യമുണ്ട്, പറഞ്ഞു തരാം, നോക്കിക്കോ. ഇന്ന തേർഡ് ഓർഡർ ലിവർ എഫേർട്ട് ഈസ് സപ്ലൈഡ് ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് ദ ലോഡ്. സോ ദ ഓർഡർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫൽക്രം, അത് കഴിഞ്ഞിട്ട് എഫേർട്ട്, അത് കഴിഞ്ഞിട്ടായിരിക്കും ലോഡ് വരുന്നത്. ലോഡ് ആമെന്ന് പറയുന്നത് എപ്പോഴും എഫേർട്ട് ആമിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. സോ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് എഫേർട്ട് അപ്ലൈഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ലോഡ്. അല്ല, നമ്മൾ കൂടുതൽ എഫേർട്ട് ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് പിന്നെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? എടാ, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് അത്രത്തോളം വേണ്ടാത്ത സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കാരണം വേഗത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിലോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? തേർഡ് ഓർഡർ ലിവർ ഉപയോഗിക്കുന്നത്. ഇവിടെ ആലോചിച്ച് നോക്കി, ഈ പറയുന്ന ചെറിയൊരു സാധനത്തെ നമുക്ക് പിക്ക് ചെയ്യണം. ഇതിന് ഒരുപാട് ബലം വേണ്ട. അപ്പോൾ നമുക്ക് ചെറിയൊരു ബലം മതി. എവിടെ? ഇവിടെ. പക്ഷെ നമ്മുടെ കൈ കൊണ്ട് ഒരുപാട് ചെറിയ ബലം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇത് ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ ചെറിയ പപ്സ് പോലത്തെ സാധനമൊക്കെ പിടിച്ചെടുക്കാൻ ഉപയോഗിക്കും അല്ലേ. നമ്മൾ കൈവച്ച് പ്രസ് ചെയ്തത് പൊട്ടിപ്പോകാതിരിക്കാൻ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ബലം കൂടുതൽ കൊടുത്താലും അതിലോട്ട് കൂടുതൽ ബലം എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. ഫിഷിംഗ് റോഡ് കണ്ടോ, ഇതാണ് നമ്മുടെ ലോഡ്, ഇതാണ് നമ്മുടെ ഫൽക്രം, ഇതാണ് നമ്മുടെ എഫേർട്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് എഫേർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിവിടെ ഉപയോഗിക്കുന്നത്. സോ വൈ വി യൂസ് എ തേർഡ് ഓർഡർ ലിവർ? ടു ഗീവ് ഗ്രേറ്റർ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് മൂവ്മെൻറ്റ് അല്ലേ. ചെറിയ ഗ്രേറ്റർ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് മൂവ്മെൻറ്റ് വേണം. അതാണ് നമ്മൾ മീൻ പിടിക്കുന്നിടത്ത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ടു ഹെൽപ്പ് ടു ഹാൻഡിൽ ഒബ്ജക്റ്റ് സേഫ്റ്റി വിത്ത് ഈസ് അല്ലേ. എളുപ്പത്തിൽ സേഫോടെ നമുക്ക് ഈ പറയുന്ന ചെറിയ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഷുഗർ ടോങ്സ് എന്ന് വെച്ചാൽ പിടിക്കുന്ന സാധനം. ബേക്കറിയിൽ ഉപയോഗിക്കുന്നത് ഫോർസെപ്സ്, ട്വീസേഴ്സ്, ഫിഷിംഗ് റോഡ്, ബ്രെഡ് നൈഫ്, ഇതൊക്കെയാണ് എന്തിന് ഉപയോഗിക്കുന്നത്? ഇനി നമ്മുടെ ഹ്യൂമൻ ഫോർ ആം
നമ്മുടെ കൈ ഹ്യൂമൻ ഫോർ ആം എന്തിനകത്ത് വരും? ഇതിനകത്ത് വരും. നമ്മുടെ ഹ്യൂമൻ ഫോർ ആം വരുന്നത് ഏതാണ്? തേർഡ് ഓർഡർ ലിവറിനകത്ത് ആണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ബൈസെപ്സ് ലിഫ്റ്റിംഗ് ലോഡ് ഇൻ ദ ഹാൻഡിൽ. ബൈസെപ്സ് പ്രവർത്തിക്കുന്നത് എഫേർട്ട് ബൈസെപ്സ് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതെന്ത് വരും? എഫേർട്ട് നടുക്ക് വരും അല്ലേ. നമ്മുടെ ഫൽക്രം ഇതാണ്, ലോഡ് ഇതാണ്, നമ്മുടെ മസിലാണ് എന്ത് ചെയ്യുന്നത്? എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണ്? അതൊരു തേർഡ് ഓർഡർ ലിവറാണ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ടഫ് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കോഡ് പറഞ്ഞുതരാം. FLE 1 2 3 എന്ന് ഓർത്ത് വെച്ചാൽ മതി. FLE 1 2 3, FLE 1 2 3. അതായത് ഫസ്റ്റ് ഓർഡറിൽ ഫൽക്രമായിരിക്കും നടുക്ക് വരുന്നത്, സെക്കൻഡ് ഓർഡറിൽ ലോഡായിരിക്കും നടുക്ക് വരുന്നത്, തേർഡ് ഓർഡറിൽ എഫേർട്ട് ആയിരിക്കും നടുക്ക് വരുന്നത്. അപ്പോൾ നമ്മളെ കോഡാണ് FLE 1 2 3, FLE 1 2 3, FLE 1 2 3, FLE 1 2 3. അപ്പോൾ ഫൽക്രം നടുക്ക് വന്നാൽ ഫസ്റ്റ് ഓർഡർ, ലോഡ് നടുക്ക് വന്നാൽ സെക്കൻഡ് ഓർഡർ, എഫേർട്ട് നടുക്ക് വന്നാൽ തേർഡ് ഓർഡർ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. ഫൽക്രം നടുക്ക് വന്നാൽ ഫസ്റ്റ് ഓർഡർ, ലോഡ് നടുക്ക് വന്നാൽ സെക്കൻഡ് ഓർഡർ, എഫേർട്ട് നടുക്ക് വന്നാൽ തേർഡ് ഓർഡർ. ഫസ്റ്റ് ഓർഡറിനകത്ത് ഗ്രേറ്റർ ദാനോ ഈക്വൽ ടുവോ ലെസ് ദാനോ വരാം. ഗ്രേറ്റർ ദാനോ ഈക്വൽ ടുവോ ലെസ് ദാനോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വരാം, ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ. സെക്കൻഡ് ഓർഡറിൽ എപ്പോഴും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. തേർഡ് ഓർഡറിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഇത്രയും പഠിച്ചാൽ ലിവറിൽ നിന്ന് വരുന്ന എന്ത് ചോദ്യവും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഈ ഒരു ടേബിൾ പക്ഷേ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ആദ്യത്തെ ഭാഗം. ഇനി പഠിക്കാനുള്ളത് പുള്ളികളെ പറ്റിയിട്ടാണ്. പുള്ളിക്കാരനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.